ഇന്ന് ബിഗ് ബോസ് വീട് ഒരു ബോട്ടിൽ ഫാക്ടറി ആകാൻ പോവുകയാണ്. ഇന്ന് പല രീതിയിലുള്ള അടികൾ പൊട്ടാൻ സാധ്യതകളുണ്ട്. ഷാനവാസും നെവിനുമായുള്ള പ്രശ്നം ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം പറയാം. ഡേ 51 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിലും റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. പിന്നെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അങ്ങനെ ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങുന്നു. അപ്പം തന്നെ മോർണിംഗ് സോങ് വരുന്നു. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് ഇത്തിരി ചക്കരന്നുള്ളി ഒത്തിരി സ്നേഹം ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീടിനകത്ത് വലിയ വിഷയം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. രാവിലെ തന്നെ ലൈവ് ശോകമുഖമായ അവസ്ഥയിലാണ് പോകുന്നത്. എല്ലാം നോർമൽ രീതിയിലാണ് പോകുന്നത്. അവർ കുളിക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കോമഡി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒന്നുമേ ഒരു കണ്ടൻറ്റും ഒന്നുമില്ലാത്തൊരവസ്ഥ. അതിനുശേഷം നമ്മുടെ ഒനേൽ, ബിന്നി ഇവരൊക്കെ കൂടി ചേർന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ചെറിയൊരു സാധനം, ഒരു തീപ്പൊരി ചെറിയൊരു സാധനം അവിടെ വിതറി കൊടുക്കുന്നത്. പിന്നെ അത് പരക്കുന്നുണ്ട്, അത് ഞാൻ പറയാം. ഇവിടെ നമ്മുടെ ബിന്നിയോട് നമ്മുടെ അഭിലാഷ് സംസാരിക്കുകയാണ്. ഷാനവാസിൽ നിന്ന് ഞാൻ മാറാൻ കാരണം ഷാനവാസിൻ്റെ സ്വഭാവം തന്നെയാണ്. ഷാനവാസിനോട് ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, തന്തയ്ക്ക് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ഈ പറയുന്ന പോലെ ഇയാളെ എന്തേലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ശത്രുവാണ്. നമ്മൾ പറഞ്ഞാൽ ഇയാൾ, അതായത് നമ്മൾ ഇങ്ങനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ശത്രുവാണ് എന്നൊരു മനോഭാവമാണ് ഇയാൾക്ക് എന്ന് ബിന്നിയോട് അഭിലാഷ് പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒനേലും പറയുന്നു ഈ പറയുന്ന പോലെ ഞാൻ ഷാനവാസിക്ക എന്നാണ് ഞാൻ വന്ന സമയത്തൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എടാ പോടാ എന്ന ആയതിൻ്റെ കാരണം അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ നെവിനും അനുവും സംസാരിക്കുന്നു ഈ വിഷയം തന്നെ. അപ്പോൾ അനു പറയാണ്, ഷാനവാസിക്ക് നിന്നോട് സോൾവ് ഔട്ട് ചെയ്യണമെന്നുണ്ട്, നിനക്ക് സോൾവ് ഔട്ട് ചെയ്യണമെന്നില്ലേ? അപ്പോൾ നെവിൻ, എനിക്ക് സോൾവ് ഔട്ട് ചെയ്യണമെന്നുണ്ട്, എനിക്കൊരു ഹായ് ഒന്നും വേണ്ട, എന്നോടൊന്നും ഒന്നൊന്ന് മിണ്ടിയാൽ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, ചെറിയ രീതിയിൽ മതി എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും ലൈവ് ശോകമൂകമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും രാവിലെ തന്നെ കിട്ടുന്നില്ല. അതിനുശേഷമാണ് നമ്മുടെ വീക്ക്ലി ടാസ്ക് വരുന്നത്. ബി ഫാക്ടറി, അതായത് ബിഗ് ബോസ് ബോട്ടിൽ ഫാക്ടറി എന്ന ടാസ്ക്കാണ് വരുന്നത്. എല്ലാവരും ബിഗ് ബോസ് ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് അനീഷിനോട് ടാസ്ക് ലെറ്റർ വായിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് പോയി ടാസ്ക് ലെറ്റർ വായിക്കുന്നു. ബി ബോട്ടിൽ ഫാക്ടറി, ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ ഓറഞ്ച് ഫാക്ടറിയും ലെമൺ ജ്യൂസ് ഫാക്ടറിയും 2 കമ്പനികൾ ആയി മാറാൻ പോവുകയാണെന്ന് പറയുന്നു. അതിനകത്ത് 2 കമ്പനികളുടെ ഉടമകൾ ഉണ്ടാകും, ബോട്ടിൽ എത്തിച്ചേരുന്ന ഏജൻറ്റുകൾ ഉണ്ടാകും, ക്വാളിറ്റി ഇൻസ്പെക്ടർ ഉണ്ടാകും, അതുപോലെ തന്നെ 11 ഏജൻറ്റുമാരുകളാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. 2 പേർ 2 കമ്പനികളുടെ ഉടമകളായിരിക്കുമെന്ന് പറയുന്നു. ഒന്ന് ലെമൺ ജ്യൂസ് കമ്പനിയുടെയും 2 ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെയും ഓണർമാരായിരിക്കുമെന്ന് പറയുന്നു. ആരൊക്കെ ഉടമകളാകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, എല്ലാവർക്കും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നു. ഏജൻറ്റുമാർക്ക് ചാക്കിനകത്ത് ബോട്ടിലുകൾ അവിടെ എത്തിച്ചു തരും എന്നാണ് പറയുന്നത്. ബസർ അടിക്കുമ്പോൾ പോയി പരമാവധി ബോട്ടിലുകൾ കളക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ബോട്ടിൽ കഴുകി വൃത്തിയാക്കുക. അതിന് നിങ്ങൾക്ക് വാഷ്റൂമിൽ പോയി, അതായത് വെള്ളം എടുക്കേണ്ടി വരും, വെള്ളം എടുത്തു കൊണ്ടുവന്ന് വൃത്തിയാക്കാം എന്ന് പറയുന്നു. സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കി, ബ്രഷൊക്കെ ഉപയോഗിച്ച് തേച്ച് ഉരച്ച് വൃത്തിയാക്കിയ ശേഷം നിങ്ങൾക്കൊരു ടവൽ തരും. ടവൽ വെച്ച് മാത്രമേ തുടച്ച് ഉണക്കിയെടുത്ത് എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിനും 10 മിനിറ്റ് സമയമാണ് തരിക എന്ന് പറയുന്നു. ബോട്ടിൽ വൃത്തിയാക്കി എടുക്കാൻ 10 മിനിറ്റ് സമയമാണ് അനുവദിക്കുക എന്ന് പറയുന്നു. ഈ 10 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾ ഉണക്കിയെടുത്ത് ബാക്കിയുള്ളത് ഓണറുമായിട്ട് ഡീൽ ഉറപ്പിക്കണം. ഡീൽ ഉറപ്പിച്ച് നിങ്ങളുടെ കമ്പനിക്ക് കൈമാറണമെന്നാണ് പറയുന്നത്. ബാക്കി കാര്യം പിന്നെ പറയാമെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ബാക്കി പിന്നെ പറയാമെന്നാണ് പറയുന്നത് ബിഗ് ബോസ് പറയുന്നത്. ഇതിനകത്ത് അനുവും ജിഷിനും ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിരിക്കുമെന്ന് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്. അതായത് 2 ഉടമകൾ ആരാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ആരൊക്കെയാണ് ഉടമകളാകാൻ താല്പര്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അനീഷ്, സാബു, ജിസേൽ, അതുപോലെ തന്നെ നെവിൻ, ഇവർ 4 പേര് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത്ര പേരുമാണ്. അപ്പോൾ ഇവരെ വോട്ട് ചെയ്താണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സാബുവിന് കിട്ടുന്നത് 5 വോട്ടാണ്, നെവിന് 9 വോട്ട് ചെയ്യുന്നു, 9 പേര് വോട്ട് ചെയ്യുന്നു.
അനീഷിന് 5 പേരാണ് വോട്ട് ചെയ്യുന്നത്, ജിസൈലിന് 3 പേരാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ജിസൈൽ ഔട്ടായിപ്പോയി. അതിൽ 9 വോട്ട് കിട്ടിയ നെവിൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓണർ ആകുകയാണ് ചെയ്യുന്നത്. പിന്നെ സാബുവിന് അനീഷും സെയിം വോട്ടായതുകൊണ്ട് തന്നെ വീണ്ടും വോട്ടിംഗ് നടത്താൻ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വോട്ടിംഗ് പിന്നെ നടത്തുമ്പോൾ നമ്മുടെ അനീഷിന് 8 വോട്ടും സാബുവിന് 6 വോട്ട് മാത്രമാണ് കിട്ടുന്നത്. അങ്ങനെ അനീഷാണ് മറ്റൊരു ഓണറായിട്ട് മാറുന്നത്. അപ്പോൾ നെവിനും നമ്മുടെ അനീഷും ഓണറായി മാറുകയാണ് ചെയ്യുന്നത്. നെവിൻ നമ്മുടെ ഓറഞ്ച് ഫാക്ടറിയുടെ ഓണറും അതുപോലെ തന്നെ അനീഷ് ലെമൺ ഫാക്ടറിയുടെ ഓണറുമായിട്ട് മാറുന്നു. ബാക്കിയുള്ളവരുണ്ടല്ലോ, അതായത് അബി, ഒനേൽ, സാബു, ബിന്നി, അക്ബർ, ആദില, നൂറ, ലക്ഷ്മി, ഷാനവാസ്, ജിസേൽ, ആര്യൻ, ഇവരൊക്കെ ഏജൻറ്റുമാരാണ്. അതായത് ഈ 11 പേരും ഏജൻറ്റുമാരാണെന്നാണ് പറയുന്നത്. ഇവർ മാക്സിമം ബോട്ടിൽ കഴുകി വൃത്തിയാക്കി ഒരു ഉടമ്പടി, അതായത് ഒരു ഉടമ്പടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഉടമ്പടി എന്താണെന്നും പറയുന്നില്ല, ഒരു ഉടമ്പടി ഉണ്ടാക്കണം എന്ന് പറയുന്നു. ഇനി അതായത് ഈ ഓണർമാർക്ക് സംസാരിക്കാനുള്ള സമയമാണ്, അതായത് നെവിനും അനീഷും സംസാരിക്കാനുള്ള സമയമാണ്. അപ്പോൾ നെവിൻ പറയുന്നു, എൻ്റെ കേസിൽ ബോട്ടിലുകൾ വൃത്തിയായിരിക്കണം, സ്ട്രിക്റ്റാണ്, ചുണിങ്ങിയത് ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് ദൂരെ എറിയുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നെവിൻ പറയുന്നത്. ഇനി അടുത്ത അനീഷാണ് പറയുന്നത്, അടപ്പ് അടച്ച് ആവാതെ വൃത്തിയായി വൃത്തിയായിരിക്കാൻ നിങ്ങൾ നോക്കണം. ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ്, അതായത് ബോട്ടിലൊക്കെ വൃത്തിയാണെന്നോ ചെക്ക് ചെയ്യും. പിന്നെ ബോട്ടിൽ ഫ്രഷ് ആയിരിക്കണം, ആകണം. അതുപോലെ തന്നെ അകമൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യും, ചുണുങ്ങിയത് നമ്മൾ എടുക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ സോപ്പിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് നിബന്ധനകളായിട്ട് കൊടുത്തിരിക്കുന്നത്. 4 മണി 4:30 വരെയുള്ള അപ്ഡേറ്റിനകത്ത് നിബന്ധനകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ടാസ്കും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ അതിൻ്റെ വിശദീകരണമായിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ലൈവ് കണ്ടിട്ടുണ്ടെന്നാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. നല്ലൊരു അടിപൊളി ടാസ്ക്കാണ് ഇത്. ഇനി കുളമാക്കി കയ്യിൽ കൊടുക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം എന്ത് ടാസ്ക് കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. നമുക്ക് നോക്കാം. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.